ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ എഞ്ചിൻ വർക്കിന് വേണ്ടി നമ്മൾ അയച്ചാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഓയിൽ കത്തുന്ന കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതൊക്കെയാണ്. അത്യാവശ്യം അഴുക്ക്, നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ. ഇത് ഓയിലിനകത്ത് വന്ന കാർബണൊക്കെ ഡെപ്പോസിറ്റ് ആയിക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഓയിൽ സമയത്തിന് മാറാണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെയാണ് മൊത്തത്തിലുള്ള അവസ്ഥ. അപ്പോൾ എഞ്ചിൻ്റെ ഉൾഭാഗത്തും സമാന രീതി തന്നെ, അതിൻ്റെ ഉള്ളിലും അതേപോലെ നല്ല രീതിയിൽ തന്നെ അഴുക്കുകളൊക്കെ വന്ന് അടിഞ്ഞേക്കാണ്. അപ്പോൾ നിലവിൽ ഫുൾ എഞ്ചിൻ വർക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ അയച്ചേക്കണേ. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യേണ്ടി വന്ന പാർട്സുകൾ, അതേപോലെ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ കിറ്റ് അടക്കം നമ്മൾ മാറ്റി ചെയ്യണ വർക്കാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എസ്റ്റിമേറ്റും കൂടി നോക്കാം. അതിന് ശേഷം മാത്രം അപ്രൂവൽ കൊടുക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യേണ്ടി വന്ന ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ നമ്മളൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ ഗിയർ ബോക്സിൽ തന്നെ ഈ ബെയറിംഗ് സെറ്റ് എല്ലാം തന്നെ മാറണം. ഈ 2 ബെയറിങ്, ഗിയർ ബോക്സ് ബെയറിങ്, ഈ കേസുമേ 2 ബെയറിങ് വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ക്രാങ്കിൻ്റെ ഒരു നീഡിൽ ബെയറിങ് സൈഡിൽ വന്നിട്ടുണ്ട്, അത് നമുക്ക് മാറ്റിയിടണം. പിന്നെ ഗിയർ വീലുകൾക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ തേയ്മാനം കാണുന്നില്ല. ഇനി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം, ഇതിപ്പോൾ നല്ലോണം അഴുക്കാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫുള്ള് നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഗിയർ വീലുകൾക്ക് ശരിക്കും 3rd 4th ഗിയർ വീലുകൾ സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ് വരാറുണ്ട് യൂണിക്കോണിന്. അത് കോമൺ ആയിട്ട് വന്ന കേസാണ്. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടില്ല. എന്നാൽ പോലും നമ്മൾ അഴിച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഒരു എരമ്പൽ സൗണ്ടൊക്കെ കാണിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യാം ഗിയർ വീലിൻ്റെ കേസ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഗിയർ വീൽ ഉൾപ്പെടുത്തണില്ല. അത് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ക്ലച്ചിൽ വരുന്ന ക്ലച്ച് ബെല്ല്, ക്ലച്ച് ഔട്ടർ എന്നൊക്കെ പറയുന്ന യൂണിറ്റാണത്. അതിൻ്റെയൊക്കെ ആയാലും ബുഷ് കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടും ഒരു മുഴക്ക സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഇത് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള റബ്ബർ ബുഷൊക്കെ മാറ്റിയിട്ട് അത് സെറ്റാക്കി തരും. അതിന് ശേഷം കയറ്റി സെറ്റ് ചെയ്ത് നോക്കാം. മൂളിച്ച സൗണ്ട്, ജർക്കിങ് സൗണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യൂണിറ്റായിട്ട് മാറ്റേണ്ടി വരും കേട്ടോ. ഇത് യൂണിറ്റ് വരുമ്പോൾ ഏകദേശം നമുക്ക് 2000 രൂപ മുകളിൽ നമുക്ക് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ലെയ്ത്തിൽ കൊടുത്തിട്ട് അതിൻ്റെ ബുഷ് മാത്രം ഒന്ന് അടിച്ച് നോക്കാം. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മാറ്റിയാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് അത്രയും പൈസ അതിനകത്ത് നഷ്ടം വരാറുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ബുഷ് ഒന്ന് അടിച്ച് നോക്കാം. കംപ്ലയിൻ്റ് ആണെങ്കിൽ നമ്മൾ ബുഷ് അടിക്കുന്ന പൈസ പോകും. പക്ഷെ എന്നിരുത്തിയിട്ട് നമുക്കത് മാറ്റാതെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും മെച്ചമായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ തന്നെ 2 ബെയറിങ്ങുകൾ മാറ്റണം. ക്യാം ഷാഫ്റ്റ് തേയ്മാനം കാണുന്നില്ല. റോക്കറാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ സിലിണ്ടർ കിറ്റ് എന്തെങ്കിലും മാറണം. ബാക്കിയത്തെ എല്ലാം വാങ്ങും. ക്ലച്ച് ഡിസ്ക്, പ്ലേറ്റ്, അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് വരുന്ന ഗ്യാസ്കറ്റ് ഐറ്റംസ് എല്ലാം നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. അതേപോലെ ക്യാം ചെയിൻ, അതിൻ്റെ പാഡ് സെറ്റ് കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ മാറ്റും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണേക്കാളും മുമ്പ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, മാറ്റുന്ന പാർട്സുകൾ ഏതൊക്കെ പാർട്സുകളാണ് മാറ്റണേ, എന്താണ് അതിൻ്റെ എന്തുകൊണ്ടാണ് മാറ്റണേന്നൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യണേക്കാളും ഡീറ്റെയിൽസ് തരാം. പിന്നെ അതിനകത്ത് ഈ കാർബേറ്ററിൻ്റെ കേസ് നമുക്കൊരു സംശയമുണ്ട്. അത് കാർബേറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. 100% നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്യാം. കാരണം ഏകദേശം നമുക്കൊരു 5000 രൂപ മുകളിൽ നമുക്ക് ചിലവുണ്ട് ഈ കാർബേറ്റർ അസംബ്ലിക്ക്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം മെയിനായിട്ട് വണ്ടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് പരമാവധി ക്ലീൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. വാക്യൂം പിസ്റ്റനൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്, തേയ്മാനമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വാക്യൂം പിസ്റ്റനൊക്കെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തും. വാക്യൂം പിസ്റ്റൺ, കാർബേറ്റർ ക്ലീനിങ്, അതിൻ്റെ സ്പ്രേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഇടണേ. കാർബേറ്റർ അസംബ്ലി മാറ്റേണ്ടി വരുമോ എന്നുള്ള കേസൊക്കെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം നമുക്ക് എത്ര എസ്റ്റിമേറ്റ് വരുമെന്നൊരു ധാരണ കിട്ടാനായിട്ട് ഞാൻ ഏകദേശം ഒന്ന് റഫായിട്ടൊരു എസ്റ്റിമേറ്റ് ഇട്ട് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലിടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റും കൂടി നോക്കാം. അതിന് ശേഷം അപ്രൂവൽ കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിക്കട്ടോ. കറക്റ്റായിട്ട് വിളിച്ച് മനസ്സിലാക്കുക. അതിന് ശേഷം മാത്രം അപ്രൂവൽ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ. ഓക്കെ.